വെൽക്കം ബാക്ക് ടു യൂഷ്വൽ സൈക്കോ. അപ്പോ ഇന്ന് ഇപ്പോ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിൽ നിന്ന് പുറത്തായ അല്ലെങ്കിൽ പുറത്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കപ്പെട്ട കണ്ടസ്റ്റന്റ് സിബിനും അതേപോലെ സിബിന്റെ വൈഫ് ചിഞ്ചുവിനെ പറ്റിയാണ്. അപ്പോ ഇന്നലെ നമ്മുടെ ബിഗ് ബോസിനെതിരായിട്ടുള്ള സിബിന്റെ ഒരു വീഡിയോ, ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് സിബിൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു പ്രസ് മീറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ലൈവൊക്കെ യൂട്യൂബിലൊക്കെ പല ചാനലിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. എനിക്കും കുറെ ആളുകൾ അതിന്റെ കട്ടിങ്സ് ഒക്കെ അയച്ചു എന്നിട്ട് ചേട്ടാ റിയാക്ട് ചെയ്യുന്നില്ല, ഒന്ന് റിയാക്ട് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാനിപ്പോ ചെയ്തില്ല, ചാടിക്കയറി ഞാൻ ചെയ്യാൻ പോയില്ല. ഇന്നലെ ഞാൻ ചെയ്തില്ല, വെയിറ്റ് ചെയ്തു. ഇന്നൊരു ദിവസത്തേക്ക് കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് വെച്ച് സിബിന്റെ വൈഫ് ചിഞ്ചുവിന്റെ ഒരു ഇന്റർവ്യൂ കൂടെ ഇന്നലെ വരാനുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് വരട്ടെ. അതും കൂടെ ഒന്ന് വന്നതിന് ശേഷം ഞാൻ 2 പേരുടെയും വീഡിയോ ക്ലിപ്സ് എടുത്ത് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. സിബിൻ എന്ന് പറയുന്ന വ്യക്തി പുള്ളിയുടെ ഇന്നലത്തെ ആ ഒരു പ്രസ് മീറ്റിൽ പുള്ളിയുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയൊന്നും അല്ല അവിടെ സംസാരിക്കുന്നത്, ബിഗ് ബോസിൽ നടക്കുന്ന കുറെ കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ചില ആളുകൾ വിചാരിക്കാം പിന്നെന്തിനാണ് ഞാൻ അത് സംസാരിച്ചാൽ പോലെ, എന്തിനാണ് എന്റെ വൈഫ് വരുമ്പോഴത്തേക്ക് ബിഗ് ബോസിനെ പറ്റി ആയിരിക്കില്ലല്ലോ, അവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത്, പിന്നെ എന്തിനാണ് രണ്ടും വെച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ സിബിൻ വന്ന് ഇപ്പൊ ബിഗ് ബോസിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പല ഇന്റർവ്യൂകളിൽ വന്നിരുന്ന സിബിന്റെ വൈഫിനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സിബിൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ എന്താ വിചാരിച്ചത്, സിബിൻ പറയുന്നതെല്ലാം ശരി, ബിഗ് ബോസിനെ പറ്റി സിബിൻ പറയുന്നത് ശരി, അത് നിങ്ങൾ എല്ലാവരും വിശ്വസിച്ചു. ഞാനും ഇപ്പോൾ വരെ ഈ ഒരു മൊമെന്റ് വരെ വിശ്വസിക്കുന്നു. എന്നാൽ ചില ഇന്റർവ്യൂകളിൽ സിബിൻ വന്ന് വൈഫിനെ പറ്റിയൊക്കെ സംസാരിച്ചതൊക്കെ കേട്ടപ്പോഴത്തേക്ക് പല ആളുകൾ സിബിന്റെ സൈഡിൽ നിന്നും ആ ഒരു പെൺകുട്ടി, ഈ ചിഞ്ചു എന്ന് പറയുന്ന ആളെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക് ഒക്കെ ആ പെൺകുട്ടി നേരിട്ടു ഉള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞ് സിബിന്റെ വൈഫ് ഒരു ഇന്റർവ്യൂ, സിബിന്റെ വൈഫിന്റെ ചാനൽ വഴി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് സിബിന്റെ വൈഫിനെയൊക്കെ വേറെ കുറെ ആളുകൾ വന്ന് തെറി പറയാൻ തുടങ്ങി, കുറെ പേര് അവരെ പൊക്കി പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ യൂഷ്വൽ സൈക്കോ ഉണരുന്നത്. അതായത് എനിക്ക് ചുമ്മാ പോയി ഒരാളെ തെറി പറയാൻ താല്പര്യമില്ല. നോർമൽ മലയാളികളുടെ ആ ഒരു ക്ലീശ സ്വഭാവം എന്നെ കൊണ്ട് പറ്റില്ല. അത് പറ്റാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാനൊരു സൈക്കോ ആയി പോകുന്നത്. അതിനെനിക്ക് തീരെ വിഷമവും ഇല്ല, എനിക്ക് ചുമ്മാ പോയി തെറി പറയാൻ താല്പര്യമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും ഇന്നലെ സിബിൻ പറഞ്ഞ കുറെ കാര്യങ്ങളും ഈ കുട്ടി വന്ന് ഇന്നലെയാണ് ഒരു യൂട്യൂബ് ചാനൽ, അതിന്റെ പേര് എന്താ ഞാൻ ആ ചാനലിന്റെ പേര് ഞാൻ മറന്നുപോയി. എന്താണ് മഴവിൽ കേരളം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലാണ് ഈ പെൺകുട്ടിയുടെ ചിഞ്ചുവിന്റെ ഇന്റർവ്യൂ വന്നത്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ കാരണം സിബിൻ ലൈവ് ഒരു സ്ഥലത്ത് കൊടുക്കുന്നു ബിഗ് ബോസിനെതിരെ, സെയിം സ്ഥലത്ത് സിബിനെ കുത്താൻ വേണ്ടിയിട്ട് സിബിന്റെ വൈഫ്, സിബിനെ കുത്താൻ വേണ്ടിയിട്ട് പറയാൻ പറ്റത്തില്ല, സിബിന്റെ ലൈഫിലെ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ വേണ്ടി ഇപ്പുറത്ത് സിബിന്റെ വൈഫ് ഒരു ചാനൽ വഴി ഇരുന്ന് കഥ പറയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാധനം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാം, എല്ലാം നമുക്ക് ഒന്നിച്ചങ്ങ് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളോട് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനകത്ത് തെറ്റുകൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൺഫേം ആയിട്ട് ഉറപ്പായിട്ടും വന്ന് മാന്യമായിട്ടുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാനൊരു 1000-1200 കമന്റ് ഒക്കെ ഒരു വീഡിയോയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് പകുതി ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോകാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങൾ ഞാൻ എടുക്കാറുണ്ട്, എന്റെ ഭാഗത്തുള്ള തെറ്റുകളാണെങ്കിലും എനിക്കത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം കമന്റ് ഇടുക. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് തെറ്റാണ്, ഇപ്പൊ ഞാൻ പറയുന്നത് തെറ്റാണ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തായാലും കമന്റ് ഇടണം. കാരണം എനിക്ക് എന്റെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ എന്റെ വീട്ടുകാർ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ ഈ സിബിന്റെ ലൈവും അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് പരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമോ. ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഫാമിലി എന്നോട് പറയും. ഇതിപ്പം വേറെ വീട്ടിലൊന്നും ആരും ഇത് കാണാത്തതുകൊണ്ട് ഇല്ല. അപ്പൊ എന്റെ വേറൊരു കുടുംബം എന്ന് പറയുന്നത് എനിക്ക് അരി തരുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ അവര് കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ അതിനകത്തൊന്ന് നല്ല കാര്യങ്ങൾ ഞാൻ എന്റെ തലയിലോട്ട് എടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു സാധനം കണ്ടപ്പോഴത്തേക്ക് കുറെ സംശയങ്ങൾ വന്നു. അപ്പൊ അതെനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആൾക്കാർ നിങ്ങളാന്ന് തോന്നി. ഇത് കുറച്ച് ലെങ്ത് ആയി പോയാലും നിങ്ങൾ മൊത്തമായിട്ട് ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. കുറച്ച് ലെങ്ത് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം നമ്മൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ നമ്മുടെ സിബിന്റെ ഇന്നലത്തെ ലൈവിന്റെ അധികം ഒരു 5 മിനിറ്റത്തെ ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം അത് കാണിച്ചിട്ട് അത് ഞാൻ പല ചാനലിൽ പല ആൾക്കാർ ഇത് റിയാക്ട് ചെയ്യുന്ന കണ്ടു. പക്ഷെ ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ എടുത്തു വെച്ചോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ മൂപ്പനൊക്കെ ചെയ്യുന്ന കണ്ടു. പക്ഷെ ഈ എല്ലാം കൂടെ അവർ കൂടുതലും ആൾക്കാർ എടുത്തോണ്ടല്ലോ ബിഗ് ബോസിനെതിരെ നമ്മുടെ സിബിൻ സംസാരിക്കുന്ന കുറെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാത്രമാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഒരുപാടങ്ങ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നില്ല, കാരണം അവരെല്ലാവരും സംസാരിച്ചല്ലോ. എനിക്ക് സിബിൻ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഈ ബിഗ് ബോസിനെതിരെ പോയിന്റ് ഔട്ട് ചെയ്തതിനകത്ത് ഞാനും ഇതിനു മുമ്പ് എനിക്ക് തോന്നിയ സംശയത്തിൽ ഞാൻ പറഞ്ഞത് എന്റെ വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം അത് കഴിഞ്ഞുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കണ്ടസ്റ്റന്റിന്
നടുവ് ഡിസ്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഇമ്മീഡിയറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തെ അവര് കണ്ടന്റ് ആയിട്ട് ഉപയോഗിച്ചു. അതായത് ഒരു മണിക്കൂറുകളോളം ആ കണ്ടസ്റ്റന്റിനെ അവിടെ ഇവര് തൊട്ടടുത്ത് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാറുണ്ട്, തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു, സ്ട്രെച്ചർ കൊണ്ടുവരാനുള്ള സംവിധാനം ഉണ്ട് എന്നെല്ലാം പറയുമ്പോഴും അവരൊരു 3 എന്റെ ഒരു ഉദ്ദേശ കണക്കാണ് പറയുന്നത്, എനിക്ക് സമയം അറിയില്ല. എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോകാതെ കണ്ടന്റ് ആയിട്ട് ഷൂട്ട് ചെയ്തു. ഞങ്ങളെ പുറത്താക്കി, കഥ കറച്ചു, ഈ പറയുന്ന ബ്ലൈൻഡ്സ് ഇട്ടു, വീണ്ടും തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറ്റി. അങ്ങനെ ബാക്ക് ടു ബാക്ക് ഒരു കണ്ടന്റ് എടുത്തോണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന തരാത്ത ഷോയാണ്. ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ ഇതിനോ ക്ഷമിക്കണം, അയാളുടെ ഒരു മാനസികാവസ്ഥയ്ക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഷോയാണ്. പിന്നെ എനിക്ക് ഇനി അവിടെ തുടരണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സിബിൻ ഈ പറഞ്ഞ കാര്യം, ഇത് പറഞ്ഞത് നമ്മുടെ പൂജയെ പറ്റിയാണ്. പൂജയ്ക്ക് അന്ന് വയ്യാതെ ഡിസ്ക് കംപ്ലൈന്റ് ആയിട്ട് പൂജ പുറത്തേക്ക് പൂജ കൊണ്ടുവന്നത് തന്നെ നമ്മുടെ സ്ട്രക്ചറിലൊക്കെ വന്നിട്ട് അവർ എടുത്തോണ്ട് പോയായിരുന്നു. അത്രയ്ക്ക് എണീറ്റ് നടക്കാൻ പോലും പൂജയ്ക്ക് വയ്യായിരുന്നു. നമ്മൾ ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ശരിയാണ് സിബിൻ പറഞ്ഞത്, ഏതാണ്ട് ഒരു 3 മണിക്കൂറോളം പൂജ വേദനയും കൊണ്ട് ആ കട്ടിലിൽ കിടന്നു. ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വേറെ. നിങ്ങൾ ഈ ഒരു ഗെയിമാണ്, അവിടെ നിങ്ങൾ ഫുഡ് കൊടുക്കുന്നത് കുറച്ചായിരിക്കാം. സർവൈവൽ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്, നമുക്ക് മനസ്സിലാകും സർവൈവൽ ആണ് അവിടെ. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അതാണ്, അതൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവരെ കൊണ്ടുവന്നത്. പക്ഷെ ഒരാൾക്ക് വയ്യാത്ത അവസ്ഥ വരുമ്പോൾ, ഇത്രയും ആ കുട്ടിക്ക് ആ കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവളെ മാക്സിമം പുറത്തെടുക്കാൻ നോക്കാതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വീണ്ടും ഞാനത് ആലോചിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്തെ വീഡിയോക്ക് എന്റെ വലിയ റീച്ച് ഇല്ല. ഞാൻ ആ വീഡിയോയിലും പറഞ്ഞതാണ് ഈ ഒരു കാര്യം. അതായത് എത്ര നേരം എന്ന് പറഞ്ഞ ആ കുട്ടിയെ ഇങ്ങനെ കിടത്തുന്ന അവിടെ ഒരു മനുഷ്യത്വം അതില്ല. ഈ ഒരു ഇപ്പം സിബിൻ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് എല്ലാം ഒന്നും ഞാൻ ഇതിനകത്ത് വെക്കുന്നില്ല, ഇന്നങ്ങും തീരത്തില്ല. ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മുടെ മരുന്ന് ഡ്രഗ്സ് ഒക്കെ കഴിപ്പിച്ചതിന്റെ, സൈക്കാട്രിക് ഡ്രഗ്സ് ഒക്കെ കൊടുത്തതിനെ പറ്റിയൊക്കെ. ഇതൊക്കെ ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഇത് എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, ലൈക്ക് ഒരു പേടി വരുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് പരിപാടി. ഇപ്പം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഒരു പേടി, ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടി വരും. അയ്യോ ഇങ്ങനെയൊക്കെയാണ് ഈ പരിപാടി നടക്കുന്നത്. അതിന് നിങ്ങൾ സിബിൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കാൻ പോട്ടെ. ഈ ഒരു കുഞ്ഞു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി. ഈ പൂജ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ എത്ര നേരം ആ കൊച്ചിനവിടെ വയ്യാഞ്ഞിട്ട് അതിനെ അവിടെ കിടത്തി, അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഒരാൾക്ക് വയ്യാതെ വരുമ്പോൾ നേരെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ കുട്ടിയെ അത്ര നേരം അവിടെ കിടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്? അത് തന്നെ ഒരു ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹ്യൂമൻ കമ്മീഷനൊക്കെ സത്യം പറഞ്ഞാൽ ഇടപെടേണ്ട ഒരു കാര്യമായിരുന്നു അത്. പക്ഷെ ഇടപെടത്തില്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? വലിയ എന്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു ടോപ്പ് ക്ലാസ് കോർപ്പറേറ്റ് ആണ് ഇത് നടത്തുന്നത് കൊണ്ട്. ഞാനിപ്പം ഇത് മൊത്തം കാണിക്കുന്നതിന് മുന്നേ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം. എനിക്കറിയത്തില്ല സിബിനിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന്. സിബിൻ ലൈക്ക് ബ്രോ, യു ആർ ഗോയിങ് ടു ഫേസ് എ ലോട്ട്, 100%. ഇഷ്ടം പോലെ. ഇതിനകത്ത് ഞാൻ വെക്കാത്തൊരു കാര്യം കൂടെ ഞാൻ വേണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു പോകാം. സിബിന്റെ അച്ഛനും അമ്മയ്ക്കും വരെ ഒരു ആക്സിഡന്റ് ഈ അടുത്ത് നടന്നു. അത് മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് സിബിൻ പറയുന്നത്. കാരണം അവരുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട്, അച്ഛന്റെ കൈയുടെ എന്തോ കൈക്ക് ഈ ഒരു പരിസരത്തൊക്കെ ഈ ഒരു പോർഷനൊക്കെ നന്നായിട്ട് സീനായിട്ടുണ്ട്. അതൊക്കെ പറയുന്നതിന്റെ കാര്യം, ഒരു കാറ് വന്ന് തട്ടി മുന്നോട്ട് പോയി ആ കാറ് വീണ്ടും വന്നിടിക്കുകയായിരുന്നു. സോ സിബിന് ആകെ ഇപ്പൊ ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് എന്ന പരിപാടി വഴി കിട്ടിയ ആ ഒരു വൻ ടീമാണ് നമ്മുടെ സിബിന്റെ ശത്രു എന്നാണ് സിബിൻ പറയുന്നത്. അതപ്പോ ഒരു ചെറിയ ശത്രു ഒന്നും അല്ലത്. ദേ ആർ ബിഗ്, ഹ്യൂജ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ സിബിൻ ഈസ് ഗോയിങ് ടു സഫർ എ ലോട്ട് എന്നാണ് എനിക്ക് എന്റെ മനസ്സോട് തോന്നിയത്. നമ്മളെ കൊണ്ട് സിബിൻ, ഞാൻ എനിക്കാകെ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് വിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, പൈസ കൊണ്ട് നിങ്ങളെ ഒരു സഹായിക്കാനുള്ള ഒരു ആളൊന്നും അല്ല ഞാൻ, അതിന് പറ്റത്തുമില്ല. പക്ഷെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എന്നെ കൊണ്ട് വേറെ നിങ്ങളിപ്പോ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ, അതിപ്പോ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ശരി, അല്ലാതെ പുറത്തേക്ക് ഇറങ്ങി ചെയ്യുകയാണെങ്കിലും ശരി, ഐ വിൽ ബി കമ്മിങ് വിത്ത് യു മാൻ. എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല താങ്കൾ ഒറ്റയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ബാക്കി. അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം. ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായിട്ട് എനിക്ക് ഒരുപാട് പേരെ അറിയാം. അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞു എന്ന് തന്നെ പറയാം. പേരെടുത്ത് എന്നെ നിങ്ങൾ സഹായിക്കണം, എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെ അവര് ഈ പറയുന്ന ഒരു സ്ഥലത്ത്, കൺഫെഷൻ റൂം എന്നാണ് പറയുന്നത്, അവിടേക്ക് വിളിച്ച് എന്നോട് എന്നെ അവർ വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു, തിരിച്ച് ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഞാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞു, എനിക്ക് പുറത്ത് പോകണം. എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ, ഇവിടുത്തെ സംഘാടകരായ ക്രിയേറ്റീവ് ടീമിന് തീരെ വിശ്വാസമില്ല. നിങ്ങളുടെ ചേഷ്ടകൾ തെറ്റാണ്. നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യ ജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ്.
മാനുഷിക പരിഗണന കൊടുക്കാത്തവരാണ്, ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ്, അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയായിരുന്നുണ്ടായിരുന്നത്. വീണ്ടും മാറ്റി. അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു. ഞാൻ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു, നിസ്സഹകരണം പ്രഖ്യാപിച്ചു. മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം അവർ തന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല, ഞാൻ നിങ്ങളോട് പറയുകയാണ്, അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല, ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത്. ലൈക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല, ഫിസിക്കലി ഇല്ല, ഒരു ഓൺലൈൻ വഴി അങ്ങനെ വന്ന ഒരു സൈക്കോളജിസ്റ്റ് ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചു. എനിക്ക് അറിയത്തില്ല, സൈക്കോളജിസ്റ്റുകൾ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. ലൈക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ ഒരു വ്യക്തിയെ? എനിക്കറിയില്ല കേട്ടോ, ചിലപ്പോൾ അങ്ങനെ പറ്റുമായിരിക്കും, എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് വാട്ട് ഈസ് ദാറ്റ്? അതുപോലെ തന്നെ സിബിനകത്ത് പറയുന്ന വേറൊരു കാര്യം, സിബിനകത്ത് കരഞ്ഞു എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ സിബിൻ ഫുഡ് കഴിക്കാതിരുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ സിബിൻ അവിടെ കരഞ്ഞതും സിബിൻ കരഞ്ഞതല്ല, സിബിന്റെ അറിയാവുന്ന ആളുകളുടെ പേര് വിളിച്ചവിടെ സിബിൻ എന്നെ പുറത്തേക്ക് ആക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മളെ കാണിച്ചില്ല, അത് കാണിക്കത്തില്ല, അത് അവർ കട്ട് ചെയ്യും. സോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ സിബിൻ പറയുന്നുണ്ട് അവിടുത്തെ ക്രിയേറ്റീവ് ടീമിനെ സിബിന് മാത്രമല്ല വിശ്വാസമില്ലാത്തത്, എനിക്ക് പേഴ്സണലി ഈ ഒരു ഷോ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് അവിടുത്തെ ക്രിയേറ്റീവ് ടീമിനെ തീരെ വിശ്വാസമില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ പല കോണ്ടന്റും നമുക്ക് പുറത്തേക്ക് നമ്മൾ കാണുന്നില്ല. എന്തിനധികം പറയുന്നു, നമ്മൾ ലൈവിൽ കാണുന്നത് പലതും, അല്ലെങ്കിൽ BB+ കാണുന്നത് ഇവരെന്താണ് എപ്പിസോഡിലിടാത്ത, എപ്പിസോഡിൽ ഒരു ആവശ്യവുമില്ലാത്ത കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ ജനങ്ങളെ എന്താ ഇവർ കാണിക്കാത്തത്? ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇന്നലെയൊക്കെ ചുമ്മാ എന്തൊക്കെയോ കാണിച്ചു പോവായിരുന്നു. എന്തിന്? ആവശ്യമുള്ളത് എന്താ? ഇന്നത്തെ എപ്പിസോഡ് വരും, ഗബ്രിമോ വന്നൊരു സാധനമുണ്ട്. ഇതിനകത്തൊക്കെ എന്തൊക്കെ ജനങ്ങൾ എപ്പിസോഡായിരിക്കും കൂടുതൽ ആളുകൾ കാണുന്നത്, അതിനകത്തൊക്കെ എന്ത് വരുമെന്ന് നമുക്ക് കണ്ടറിയാം. ലൈവ് വരെ കാണിക്കുന്നതിനകത്ത് അവർ പലതും കട്ട് ചെയ്യുമായിരിക്കും. അപ്പം അത് കഴിഞ്ഞുള്ള ഈ BB+ലും എപ്പിസോഡിലും ഒക്കെ എന്താണ് ഇവർ കാണിച്ചു വിടുന്നത്? ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളെ വെറും മണ്ടന്മാരാക്കുകയാണ്. എന്നിട്ടും ജനങ്ങൾ ഇരിക്കുന്നത് അതിനകത്തുള്ള കുറെ കാട്ടായങ്ങൾ കാണാനും ഈ ജപ്രി കോമ്പോ തെറി പറയാനും ഇതിനൊക്കെ വേണ്ടിയാ. അതവര് മാക്സിമം ഊറ്റി മനുഷ്യത്വം, അത് ഞാനൊന്നും പറയുന്നില്ല, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പൂജയുടെ കേസിലും പറഞ്ഞില്ലേ, ആ ഒരു സാധനമില്ല. എന്തിനധികം പറയുന്നു? കണ്ടന്റിന് വേണ്ടിയല്ലേ, വെറും കണ്ടന്റിന് വേണ്ടിയല്ലേ ഇവർ ജാസ്മിനെ ഇത്രയും. ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് പുറത്ത്? ഒരു വൃത്തികെട്ട ഒരു പെൺകുട്ടി. അതാണെന്ന് ജാസ്മിൻ ഇന്ന് പല വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ മുമ്പിലുള്ള ഒരു ഫേസ്. ജാസ്മിൻ അങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലായത്. എന്തിനങ്ങനെ കാണിക്കുന്നു ഒരു പരിധി കൂടുതൽ? എനിക്കും പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടമല്ല. കാരണം എന്റെ മനസ്സിലും അവളുടെ ആ ഒരു ഫേസ് ആണ് കണ്ടത്, അതാണ് ഇവര് തരുന്നത്. പിന്നെ അവളുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട്, അവളുടെ മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയത്തില്ല. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അവരെങ്ങനെ വോട്ടവ് അവള് മൊത്തത്തിൽ ഇങ്ങനെയാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഒരു 40% നമ്മളെ കാണിക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു വ്യക്തി ആദ്യമേ തന്നെ അവിടുന്ന് പറഞ്ഞു വരണം. ലാസ്റ്റ് വരെ പിടിച്ചു നിർത്തി അവളുടെ ആ നെഗറ്റിവിറ്റി കാണിച്ച് മനുഷ്യത്വം അതില്ല. അതെനിക്ക് മനസ്സിലാവും. അതിപ്പോ സിബിൻ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ബാക്കി എന്റെ വീട്ടിൽ ആ ദിവസം, അതായത് എനിക്ക് അവസാനം മരുന്ന ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ മാരകമായ രോഗമാണ്, വയലന്റ് ആണെന്ന് പറഞ്ഞു. ഇവര് എന്റെ വീട്ടിൽ കൊടുത്തത് എക്സാക്ട്ലി ഈ വാക്കാണ്. സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ മാരകമായ അസുഖമാണ്, വയലന്റ് ആണ്, സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു. അതിന്റെ പേരിൽ സിബിനെ ഞങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ടുണ്ട്, പുറത്തു വിടാൻ പറ്റില്ല, ഗുളിക കൊടുത്ത് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ടു പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പിറസി, എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കെതിരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം. നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ്. ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ്, ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെയുണ്ട്, അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും. ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ മരുന്ന് നിങ്ങൾക്കറിയാം, ബിഗ് ബോസിലെ മരുന്ന് ഇതുപോലെ ഒരു സിപ്പ് കവറിലാണ്, സിബിൻ എന്ന് പേര് എഴുതിയിട്ട് ഒരു സിപ്പ് കവറിലാണ് ഈ മരുന്ന് തന്നത്. ഈ മരുന്നിൽ കൃത്യമായി ഞാനിതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തരാം. ഈ മരുന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട്. ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും, ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസും ഈ തന്നെ എന്റെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫിൽ വായിക്കാൻ പറ്റും. ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാക്കുന്നത്. ഒരു ഡോക്ടർ നേരിട്ട് കാണാതെ ഒരാൾക്ക് ഇത്രയും വലിയൊരു അസുഖമാണെന്ന് പറയുന്നു, അയാളെ കൊണ്ട് സൈക്കാട്രിക് ഡ്രഗ്സ് കഴിപ്പിക്കുന്നു. വാട്ട് ഈസ് ദാറ്റ്? എന്താ നടക്കുന്നത് അവിടെ? ഹ്യൂമൻ ട്രാഫിക് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഹ്യൂമൻ ട്രാഫിക് അതിന്റെ ഒരു വേറൊരു തലമോ? കാരണം
എനിക്ക് സിബിൻ തന്നെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്, ഏതെങ്കിലും ഒരു മരുന്ന് കമ്പനിയായിട്ടുള്ള ഒരു ടൈപ്പിലൊക്കെയാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത്. അത് പുതിയ മരുന്നുകൾ ഉണ്ടാക്കി അവിടെയുള്ള ഈ ബിഗ് ബോസിനകത്ത് ഇത്രയും ദിവസം കിടക്കുന്ന ആളുകളിലേക്ക് ഈ ഒരു മരുന്ന് കൊടുത്ത് മറ്റേ ഈ പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റുകയാണോ? നിങ്ങൾ നോക്കിയാൽ മതി, ജിൻഡോയുടെയൊക്കെ ശരീരം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ? എന്ത് കോലത്തിലേക്ക് നമ്മൾ അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ജിൻഡോയ്ക്ക് ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. കാരണം ജിൻഡോ വയ്യ, തളർന്ന് കുത്തി അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ പോകുന്നത്. എന്നാൽ അയാൾ കിടന്ന് ഉറങ്ങുന്നതിന് രാവിലെ എണീക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും അങ്ങ് വീക്കായി പോകണമെങ്കിൽ അപ്പൊ കുറെ പേര് പറയും ഭക്ഷണം അവർ കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ, കഴിക്കാതെ അവിടെ ഇടത്തില്ലല്ലോ. എന്തായാലും 3 നേരം എന്തെങ്കിലും കുറച്ചെങ്കിലും കഴിക്കുമല്ലോ. അപ്പൊ എനിക്ക് അറിയാൻ പാടില്ല ആളുകളെ ഇങ്ങനെ ഇട്ട് ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഒരു മരുന്ന് കമ്പനിയായിട്ടുള്ള ഒരു ടൈപ്പിലോ അല്ലോ അങ്ങനത്തെ പരിപാടിയൊക്കെ ആണോ ചെയ്യുന്നത്? പറയാൻ പറ്റത്തില്ല. സംടൈം അങ്ങനെയൊക്കെ പരിപാടികൾ കാണും ചിലപ്പം. ഇത്രയും ദിവസം അതിനകത്ത് കിടക്കുകയല്ലേ. സോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എനിക്ക് നല്ല സംശയമുണ്ട് അങ്ങനത്തെ കാര്യത്തിലൊക്കെ. സിബിന് ഈ ഒരു സംശയം പറയുന്നുണ്ട്. ഞാനിത് നേരത്തെ മുന്നത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞത് ഈ ഒരു മരുന്ന് കൊടുക്കുന്നതിന്റെ കാര്യവും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉടായ്പാടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഫിനാലെ ആകാൻ പോവാണ്. ഈ ഫിനാലെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ബാക്കി കണ്ടസ്റ്റൻസും കൂടെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്തായാലും അവരുടെയൊക്കെ ഈ ഇന്റർവ്യൂകൾ എടുക്കാൻ വേണ്ടി ഓൺലൈൻ മീഡിയാസ് ഒക്കെ പോകും. അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ ആങ്കേഴ്സ് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. മെയിൻ ഒരു ചോദ്യമാണ് സിബിനി പറഞ്ഞ കാര്യം. അതായത് സിബിൻ ഈ കുക്കറൊക്കെ എടുത്ത് ആരെങ്കിലും അവിടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ കൂടുതലൊന്നും നമ്മളെ സിബിൻ മണ്ടനാക്കി, ഒരു സൈഡിൽ സിബിൻ മണ്ടനാക്കി എന്ന് തന്നെ വേണമെങ്കിൽ വിശ്വസിച്ചോ. ഇവര് വന്ന് പറയുന്നതിനകത്ത് പ്രൂഫ് ഒന്നും ഇല്ല. അവർ കണ്ടിട്ടുണ്ടോ ഇല്ലയോ, അത് ചിലപ്പോൾ അവിടുന്ന് മറ്റേ ഇഞ്ചക്ട് ചെയ്ത് വിടുമായിരിക്കും, ഇതുണ്ടെങ്കിലും പറയരുതെന്ന്. മനസ്സിലായില്ലേ? എന്നാലും ഇവരോട് നമുക്കൊന്ന് ചോദിക്കാം, ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ? ഈ വരുന്നതിനകത്ത് ആരെങ്കിലും ഒരാൾ പറയുകയാണ് അങ്ങനത്തെ സംഗതി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പിക്കാം, എന്റെ മോൾ ഷൈൻ നടത്തുന്ന ബിഗ് ബോസ് പരിപാടി എന്ന പരിപാടിയിൽ ഉഡായിപ്പുകൾ നടക്കുന്നുണ്ട്. ഇനി അവർ ചിലപ്പോൾ വന്നിട്ട് പറയും ഞങ്ങൾ സിബിന്റെ ഫാമിലി, അതായത് സിബിൻ പറയുന്നുണ്ട് സിബിന്റെ അച്ഛനെ അമ്മയൊക്കെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, അച്ഛനമ്മയല്ല വീട്ടിൽ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ അവർ പറയും ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല. സിബിൻ തന്നെ ഒരു പോർഷനിൽ വെച്ച് പറയുന്നുണ്ട് എന്റെ തെളിവില്ല, വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ ആ ഒരു ടെൻഷനിൽ പെട്ടെന്ന് വീട്ടുകാരെ വിളിച്ചു പറയുമ്പോൾ എല്ലാവരും ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്നില്ല, അവർ റെക്കോർഡ് ചെയ്തിട്ടില്ല. വേണ്ട, അവരുടെ റെക്കോർഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കേരളം എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ ഇന്ത്യ എന്ന് പറയാൻ പറ്റത്തില്ല, ലോകം ഇന്ന് ടെക്നിക്കലി അത്ര ടോപ്പിൽ നിൽക്കുകയാണ്. അതിനകത്ത് ഏറ്റവും വലിയ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും വലിയൊരു ടെക്നിക്കൽ വൈസ് ഭയങ്കര മുന്നിലാണ്. സോ അവർ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ക്ലിപ്പ് ഇപ്പൊ ഇങ്ങനെ ഒരു സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിന്റെ വോയിസ് ഒക്കെ കിട്ടാൻ വലിയ പാടൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലായില്ലേ? ടെക്നിക്കലി ഞാൻ അത്ര മുന്നോട്ടൊന്നുമല്ല, ഇന്ത്യ മുന്നോട്ടാണ്. ഒരുപാട് ടെക്കീസ് ഉണ്ട്, കഴിവുകൾ അങ്ങനെ പലതുമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. സോ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയുള്ള വോയിസ് ക്ലിപ്പൊക്കെ കിട്ടുമായിരിക്കും, നിയമപരമായി പോയാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും. സോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ആ ഒരു വോയിസ് ക്ലിപ്പ് എടുക്കുക. ഇങ്ങനെയുള്ള ഒരു പരിപാടി അവർ ചെയ്തിട്ടുണ്ടോ, സിബിന്റെ വീട്ടിൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എന്നാൽ സിബിൻ അവിടെ ആ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടില്ല എന്ന് കൺഫേം ആവുകയാണെങ്കിൽ അടുത്തൊരു പ്രൂഫാണ് ഈ ബിഗ് ബോസിനെതിരെ. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം, ഹ്യൂമാനിറ്റി ഇല്ല. പല ആളുകളെയും വിളിച്ച്, വീട്ടുകാരെയൊക്കെ വിളിച്ച് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്നു. കേസ് അങ്ങ് പോകും, കയ്യിലൊന്നും നിക്കത്തില്ല. അയ്യോ ബാക്കി ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒന്ന്, ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവറിറ്റിസോ ഒക്കെ കാണിക്കാമായിരിക്കും. പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം മറ്റു രീതിയിൽ ഇവര് എഡിറ്റിംഗിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു. അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ആർക്ക് വേണ്ടി? ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത്? ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത്? അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്നെടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ പെരുമാറുന്നു ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ്. ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിബിന്റെ സിബിൻ എന്താ പറയാ, ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഈ ഒരു കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടുമെന്ന്. പക്ഷേ വിത്ത് ഓൾ റെസ്പെക്ട് യു സിബിൻ, എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകത്തേ ഉള്ളൂ. സീരിയസ്ലി എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. പിന്നെ
ഞാനൊരു പരിധിയിൽ കൂടുതൽ സിബിന്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നതും സംസാരിക്കാതിരുന്നതും അതിനുള്ള എനിക്കൊരു റീസൺ ഉണ്ട്. അതിനുള്ള വ്യക്തമായുള്ള ഒരു കാര്യം, എൻ്റെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാനുള്ള ഒരു കാര്യം സിബിൻ ഈ ഒരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ഞാൻ അറിഞ്ഞിരുന്നു സിബിൻ പല ഇന്റർവ്യൂസിനും പോകുന്നത് നല്ല രീതിയിലുള്ള കാശ് മേടിച്ചിട്ടാണ്. ഞാൻ വിചാരിച്ചു സിബിൻ എന്താ ഇത് പുറത്തുനിന്നിട്ട് അയാൾ പറയുന്നുമില്ലായിരുന്നു നല്ല രീതിയിൽ കാശ് മേടിച്ചിട്ടാണ് പോകുന്നതെന്ന്. ഞാൻ അറിയുന്നുണ്ടായിരുന്നു സിബിൻ നല്ല കാശില്ലാത്തവർക്ക് കാശില്ലാതെ പോയിരിക്കാൻ സിബിന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ അതിനുള്ള ഉത്തരം സിബിൻ ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഇന്റർവ്യൂലല്ല, ഈ ഒരു പ്രസ് മീറ്റിൽ സിബിൻ പറയുന്നുണ്ട് ഞാൻ പൈസ മേടിച്ചിട്ടാണ് പല ഇന്റർവ്യൂവിലും പോകുന്നത്. അതിന് വേറെ റീസൺ ഒന്നും അല്ല, എൻ്റെ അപ്പന് വയ്യ, സോ പുള്ളിയുടെ ചികിത്സയ്ക്ക് കാശ് വേണം. സോ ഞാൻ എന്നെ തന്നെ മാർക്കറ്റിൽ നിന്ന് വിൽക്കുന്നു, അവർ ചോദിക്കുന്ന ഉത്തരങ്ങൾ ഞാൻ പറയുന്നു, ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്നു. സോ അങ്ങനെ ഞാൻ കാശ് മേടിക്കുന്നു. അയാളത് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ അവൻ പറയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടി, മതി. പിന്നെ അവൻ ചെയ്തത് തെറ്റല്ല, ഞാൻ ഒരിക്കലും അവൻ ചെയ്തത് തെറ്റാന്ന് പറയത്തില്ല. ഇവൻ പുറത്തെന്താണെന്ന് പറയാത്തതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. അത് പറഞ്ഞു, കാരണം അവന്റെ ഫാമിലി നോക്കണം, മനസ്സിലായില്ലേ? ഞാൻ അതുപോലെ തന്നെ വേറെ കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഏഷ്യാനെറ്റുമായിട്ടുള്ള ഒരു സിബിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്ര ദിവസം വരെ ഞാൻ അവർക്കൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്പേസിനുള്ളിൽ ഞാൻ കുറെ കാര്യങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ട്. അത് അവർക്ക് എനിക്ക് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എനിക്ക് എന്തിനാണ് മരുന്ന് തന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനത് വിട്ടുകളയും എന്നൊക്കെ സിബിൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞൊരു കേസ്, അതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. സിബിൻ തെളിവുകൾ മാത്രമല്ല, അതായത് എന്തിനാണ് എനിക്ക് മരുന്ന് തന്നത് ഇതൊന്നും കൂടാതെ സിബിൻ കുറച്ച് കാശും കൂടെ ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പേഴ്സണലി, ഇങ്ങനെ എൻ്റെ തെളിവൊന്നുമില്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം ആദ്യമേ പറയും, കേട്ട് വന്നതാണ്. പല ആളുകൾ ഇങ്ങനെ പറഞ്ഞു വന്ന് എനിക്കും അറിയാവുന്ന കുറച്ച് ആളുകൾ വഴി ഞാൻ കേട്ടൊരു കേസാണിത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും പുള്ളി ഇപ്പൊ ഇന്റർവ്യൂവിന് എന്തിനാ പോയത് പുള്ളി പറയുന്നുണ്ട്. പുള്ളിക്ക് ജീവിക്കണം, പുള്ളിക്ക് കാശ് വേണം. നമ്മൾ ആരാണെങ്കിലും ഫസ്റ്റ് നോക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. നമുക്ക് പൈസ വേണം, ജീവിക്കണം. സിബിൻ അതുകൊണ്ട് തന്നെ ഇവരോട് കാശ് ചോദിച്ചു കാണും. ഇത്രയും കാലം കുറെ ആളുകൾ മിണ്ടാതിരുന്നിട്ടുണ്ടല്ലോ, അതുപോലെ ചിലപ്പോൾ സിബിനും മിണ്ടാതിരുന്നേനെ, ഉറപ്പായിട്ടും. കുറെ കാശ് കിട്ടിയായിരുന്നെങ്കിൽ അവനും മിണ്ടാതിരുന്നേനെ. പക്ഷെ അവന് കിട്ടിയില്ല, അവൻ ചോദിച്ചാൽ കിട്ടിയില്ല. പക്ഷെ അതിനകത്ത് തന്നെ സിബിൻ പറയുന്നുണ്ട് അവൻ കുറെ കാര്യങ്ങൾ മിണ്ടായിരിക്കാൻ വേണ്ടി. അതൊക്കെയാണ് ഞാൻ പിന്നെ എനിക്ക് സിബിന്റെ സൈഡിലോട്ട് ഞാൻ നിൽക്കാൻ തോന്നിയത്. കാരണം വേറൊന്നുമല്ല, സിബിൻ ഈ ഒരു ഇന്റർവ്യൂ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഡബിൾ പേയ്മെന്റ് വന്നു. ആദ്യത്തെ ഒരു റൗണ്ട് പേയ്മെന്റ് തന്നു, അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു ഇന്റർവ്യൂസ് ഒന്നും പോകരുത്, ഇന്റർവ്യൂ ഒന്നും കൊടുക്കരുത്, ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുക. അപ്പൊ സിബിൻ പറഞ്ഞു എനിക്ക് എന്റെ അപ്പന് ഓപ്പറേഷൻ ഉണ്ട്, എനിക്ക് കാശ് വേണം, ഇന്റർവ്യൂവിന് ഞാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു പോയിന്റാണ് സിബിൻ പറയുന്നത്. ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് ഞാൻ കാശ് മേടിച്ചു എന്നൊക്കെ, എനിക്ക് കാശ് വേണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവിടുന്ന് തന്നെ സിബിന് രണ്ടാമത് ഡബിൾ പേയ്മെന്റ് കൊടുത്തു. സിബിൻ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. സോ ആ ഒരു സെക്കൻഡിൽ എനിക്ക് മനസ്സിലായി സിബിന് കാശ് കിട്ടിയാൽ സിബിൻ മിണ്ടാതിരിക്കും. കാരണം സിബിന്റെ ആവശ്യങ്ങളുണ്ട്. നമ്മൾ ആരും ഈ കുറ്റം പറയുന്ന ഞാനോ അല്ലെങ്കിൽ എന്റെ ഇപ്പൊ കമന്റ് ബോക്സിൽ വന്നിട്ട് അവനെ തെറി പറയുന്നു, അല്ലെങ്കിൽ ഞാൻ അവനെ അവൻ ഇങ്ങനത്തെ ചെറ്റത്തരം കാണിച്ചിട്ട് അവനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയാൻ വരുന്ന ആളുകളാണെങ്കിലും അവന്റെ വീട്ടിൽ കൊണ്ട് കാശ് കൊടുക്കത്തൊന്നും ഇല്ലല്ലോ. അവന് ജീവിക്കണമെങ്കിൽ അവൻ തന്നെ ഉണ്ടാക്കണ്ടേ, വേണ്ടേ? സോ അതിനവൻ നിന്നു. പക്ഷേ എന്നിട്ടും അവന് പ്രതീക്ഷിച്ച ഒരു രീതിയിൽ അവന് കിട്ടുന്നില്ല. അവനപ്പൊ എന്തിനാണ് ഇനി ഞാൻ സത്യം പറയാതിരിക്കേണ്ട കാര്യം എന്താ? ഞാൻ പറയുന്നു, എല്ലാം പറയുന്നു. അങ്ങനെ വന്നിട്ടായിരിക്കും സിബിൻ ഇന്നലെ ലൈവില് കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അവന്റെ കയ്യിൽ തെളിവുകളുണ്ട്, കൊടുത്ത മരുന്നുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങളടുക്കെ, ഒരു ഫാർമസ്യൂട്ടിക്കൽസ് ഒരു കമ്പനി, ഒരു മരുന്നുണ്ടാക്കുന്ന കമ്പനി എനിക്ക് തോന്നുന്നു ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ ഇട്ടിട്ട്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മെഡിസിൻ ഒരാൾക്ക് ഒരു ഡോക്ടർ അയാളെ കാണാതെ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യും? അതും പ്രത്യേകിച്ച് ഇങ്ങനത്തെ സൈക്കാട്രിക് ഡ്രഗ്സ് ഒക്കെ എങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യും? അതൊന്ന്, ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്ന് എവിടുന്നാണെങ്കിലും ഒരു മരുന്ന്, നമ്മൾ മെഡിക്കൽ സ്റ്റോറിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു മരുന്ന് കമ്പനി ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിലും ശരി, ഒരാൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എങ്ങനെ ഒരു മരുന്ന് കൊടുക്കും? ഇതൊക്കെ എന്റെ ചെറിയ ഡൗട്ടുകളാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സംശയം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമെന്ന് കമന്റ് ബോക്സിൽ ഇടുക. എനിക്ക് ഇങ്ങനെ കുറെ ഡൗട്ടുകളുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ള ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാരണം അങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലും ഇല്ലാതെ ഒരാൾക്ക് മരുന്നൊക്കെ കൊടുക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരാളെ കാണാതെ സൂം കോൾ വഴി, അതും ഇങ്ങനെ മാനസികമായിട്ടൊരാൾക്ക് പ്രശ്നം ഉണ്ടെന്നൊക്കെ എങ്ങനെ ഒരു സൂം കോൾ വഴി ഇരുന്ന് പറയാൻ പറ്റും? എനിക്കത് മനസ്സിലാവുന്നില്ല. സീരിയസ്ലി അങ്ങനെ പറയാൻ പറ്റുമോ? എന്തോ എനിക്കതൊരു പരിധിക്കുള്ള കൊണ്ട് വിശ്വസിക്കാൻ, ഒരു നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല ആളുകൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാകാൻ പറ്റാറില്ല. ഉണ്ടോ? നിങ്ങൾക്ക് പറ്റാറുണ്ടോ? എനിക്ക് പറ്റാറില്ല. നമ്മുടെ ഫ്രണ്ടിൽ പിന്നെ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴായിരിക്കും ഓക്കെ. ഞാൻ കണ്ടിട്ടുണ്ട് ചില, ഇപ്പോഴൊന്നുമല്ല, കുറെ കാലങ്ങൾക്ക് മുമ്പാണ് ഈ ബൈപോളർ എന്ന് പറയുന്ന പരിപാടിയൊക്കെയുള്ള കുറെ ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് കാണുമ്പോൾ അവരോടൊന്നും തോന്നിയിട്ടില്ല. നമ്മളെ പോലൊക്കെ നോർമൽ ആളുകളെ പോലെ തന്നെ അവർ സംസാരിക്കുക, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളൂ. പക്ഷെ കുറച്ച് നേരം അവരോട് ഇരുന്ന് കഴിയുമ്പോൾ, നമ്മൾ അടുത്തടുത്ത് ഇരുന്ന് സംസാരിച്ച് കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഇവർക്കൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ വേറെ അയാളെ അറിയാവുന്ന ഒരാൾ വന്നിട്ട് പറയും എടാ എന്തെങ്കിലും പ്രശ്നം തോന്നിയോ? ആ പ്രശ്നം തോന്നിയടാ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാക്ക്. അങ്ങനെയാണ് നമ്മളൊക്കെ കൂടുതൽ. അല്ലാതെ കുറച്ച് നേരം ഒന്ന് സൂം കോൾ ചെയ്ത് കണ്ട ഉടനെ ഐ ഡോണ്ട് നോ. എന്തായാലും കുറച്ചും കൂടെ ഉള്ളു സിബിന്റെ ക്ലിപ്പ്, ഒന്ന് കണ്ടു തീർത്തോ. എന്റെ അച്ഛൻ വയ്യാതായി, അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവര് സമ്മതിച്ചില്ല. മറ്റ്
മറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോൾ എന്നോട് അത് ചെയ്തില്ല അവര്. അങ്ങനെ ബാക്ക് ടു ബാക്ക് എന്നെ ഒരു ഉപദ്രവിക്കണം. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് ഇവരെനിക്ക് തന്നത്. ഇറങ്ങിയതിനു ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത്. കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും, എന്റെ അച്ഛന്റെ സർജറിക്ക് അതെനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ രണ്ടാമത് പേയ്മെന്റ് 2 പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു. ഇനി സിബിൻ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. 100% ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവർ നടത്തുന്നത്. മാനസിക പരിഗണന പോയിട്ട് മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് ഇവർ പെരുമാറുന്നത്. അപ്പോ ഈ ക്ലിപ്പിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല കേട്ടോ. അതാ ഞാൻ നേരത്തെ കയറി കാര്യമൊക്കെ പറഞ്ഞു പോയത്. ആ ഒരു ഫ്ലോയില് ഈ ക്ലിപ്പ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ ഒരു ക്ലിപ്പ് വെച്ചിട്ടുള്ള കാര്യം സിബിൻ തന്നെ പറയുന്നുണ്ട്. പൈസ സിബിന് രണ്ടാമത് ക്രെഡിറ്റ് ആയി കൊടുത്തു. അതായത് ഇന്റർവ്യൂവിന് പോകാതിരിക്കാൻ വേണ്ടി ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു, വീണ്ടും ഇട്ട് കൊടുത്തു. അവര് എന്തിനത് ചെയ്തു? എന്തിനാ? ബിഗ് ബോസ് ടീം അവരുടെ കയ്യിൽ ഒരു തെറ്റില്ലെങ്കിൽ എന്തിന് വീണ്ടും അത് ചെയ്തു? അതിനുള്ള പ്രൂഫൊക്കെ സിബിൻ എന്തായാലും കാണിക്കാൻ പറ്റും. അല്ല ഒരിക്കലും സിബിൻ വന്നിരുന്ന് ഈ ഒരു സാധനം പറയത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്തിനാ അവരത് ചെയ്തു? ഫേവറിറ്റിസം. സിബിന്റെ അപ്പന് വയ്യാതിരുന്നപ്പോ അതുപോലും സിബിനെ അറിയിച്ചില്ല. എന്നാൽ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്, പലരും അല്ല എല്ലാരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്തെ ഒരു കണ്ടസ്റ്റന്റിന്റെ വാപ്പയ്ക്ക് ബ്ലോക്ക് ആണെന്ന് പറയുന്നു, വിളിച്ചറിയിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ ഒരു പ്രസ്തുത കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഇപ്പൊ അതായത് കണ്ടസ്റ്റന്റിന് എന്തോരം സഹായങ്ങളാണ് അവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഇന്നലെ മിനിയാന്നായിട്ട് ഇന്നലെ റസ്മിൻ ബായ് കയറി വന്നു, അവരെന്തോരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇന്നിപ്പോ ചപ്രിമോൻ വരും, അവരും പറഞ്ഞു കൊടുക്കും. ഇതിനു മുമ്പ് അവരുടെ ഫാമിലി വന്നു, അവരും പറഞ്ഞു കൊടുത്തു. ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് മിക്കവാറും അവർക്ക് ഫസ്റ്റോ സെക്കൻഡോ കൊടുക്കും, ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ നോക്കിക്കോ. കാരണം ഈ ഒരു കേസൊക്കെ വരുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ഇവളൊക്കെ ഇനി എന്ത് ചെയ്തു കൊടുത്തിട്ടാണെന്ന് മാത്രം ഇനി ഒന്ന് കൺഫേം ആയാൽ മതി. അത് മാത്രം മതി. ഇല്ലെങ്കിൽ എന്തിന് ജനങ്ങൾ ഇത്രയും പേര് കണ്ടോണ്ടിരിക്കുന്നതല്ലേ? എന്നിട്ട് ഇവളെ പൊക്കി എടുത്തോണ്ട് നടക്കാൻ കുറെ പോഴന്മാരും ഉണ്ട്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെയൊക്കെ കണ്ണി കുരുവാണോ? ഇതൊന്നും കാണുന്നില്ലേ? വേറെ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിന് ഇത്രയും വർഷമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇനി നമുക്ക് സിബിന്റെ വൈഫ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം. എനിക്ക് തോന്നിയൊരു സംശയമാണ്, അത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞേക്കാം. ഈ സിബിന്റെ വൈഫ് തന്നെ പറയുന്നുണ്ട്, വർക്ക് ചെയ്യുന്നതും താമസിക്കുന്നതും കുഞ്ഞുമായിട്ട് നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി മാത്രം എന്തിന് ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ വന്നു? ഇത് ആദ്യത്തെ ചോദ്യം. പിന്നെ ചേച്ചിക്ക് എത്ര രൂപ ഏഷ്യാനെറ്റുകാരോ ഓഫർ ചെയ്തു? ഈ ഒരു പ്രശ്നം ഇപ്പം ഇറക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ചേച്ചിക്കല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ചേച്ചിക്കല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ മീഡിയ അവർക്ക് പൈസ വല്ലതും അവർക്ക് കൊടുത്തു അവർ മേടിച്ചെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷെ വല്ല ഓഫർ ചെയ്തോ? ഇല്ലെങ്കിൽ എന്തിന് ഇന്നലെ ഈ ഒരു ലൈവ് വന്ന സമയത്ത് തന്നെ ഈ ഒരു ഇന്റർവ്യൂ ഈ അടുത്ത് തന്നെ ഇന്നലെ ആ ഒരു സമയത്തൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അതിന് മുമ്പായിരിക്കും. അതിന് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 20 മണിക്കൂർ മുമ്പാണ്. അപ്പം എന്തോ ആ ഒരു ഇന്റർവ്യൂവിന് മുമ്പോ അതിന് ശേഷമോ എന്തായാലും ഈ ഒരു സാധനം ഇന്റർവ്യൂ വന്ന് ആ ഒരു പ്രസ് മീറ്റിന് ശേഷം ഈ ഒരു സാധനം വന്നിട്ടുണ്ട്. എന്തിന്? എന്തൊക്കെയോ കൂട്ടിച്ചേർക്കുമ്പോ ഉണ്ടല്ലോ സിബിൻ പറയുന്നത് ആർക്കൊക്കെയോ പൊളിയുന്നുണ്ട്. സിബിൻ അത്ര വലിയ മാന്യനാണ് എന്നൊന്നും ഞാനിവിടെ പറഞ്ഞു വെക്കുന്നില്ല. സിബിന്റെ മനുഷ്യനാണ്, സിബിന്റെ തെറ്റുമാണ്. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ സിബിൻ കാശ് ചോദിച്ചിട്ടുണ്ടായിരിക്കും അവരോട്, ഏഷ്യാൻ്റെവരോട്. കൊടുത്തില്ല. അപ്പൊ അവന്റെ ഇരിക്കുന്ന പ്രൂഫ് എല്ലാം അവന്റെ അടുത്തൊക്കെ നിരത്തുവാ. കൊടുക്ക് പണി. നീ അങ്ങനെ വേണം ചെയ്യാൻ സിബിൻ. നീ കൊടുക്ക് പണി. ഞാൻ പ്രോപ്പറായിട്ട് അത് ചെയ്യുന്നതിനകത്ത് നിന്റെ കൂടെ ഞാൻ നിൽക്കും. നീ ഇപ്പൊ പൈസ ചോദിച്ചു അവർ തന്നില്ല എന്ന് പറഞ്ഞാൽ സിബിനെ ഞാൻ നിന്റെ കൂടെ നിൽക്കും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. നമ്മൾ ആരാണെങ്കിലും എല്ലാവരും വന്നിട്ട് നിന്നെ ചിലപ്പോൾ കുറ്റം പറയും. അവൻ ചെയ്തത് തെറ്റ്, അവൻ അങ്ങനെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ, അവൻ കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ്. പക്ഷെ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നിനക്ക് ജീവിക്കണം, നിനക്ക് അതിന് കാശ് വേണം. ഇവിടെ ഒരു മീഡിയക്കാരും കൊണ്ടൊന്നും നിന്റെ അണ്ണാക്കിനകത്ത് വെച്ച് തരത്തില്ല, ഒരു വ്യക്തി നിനക്ക് തരത്തില്ല. നീ തന്നെ നിനക്കപ്പോ കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണത്, നീ അത് യൂസ് ചെയ്തു. ഞാൻ അത്രേ പറയത്തുള്ളൂ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം അത് ആരാണെങ്കിലും ആ സ്ഥാനത്തെങ്കിൽ, ഇന്ന് കേരളത്തിലെ ഏതവനാണെങ്കിലും
അത് ചെയ്യും. കാരണം അവർക്കറിയാം. ഞാൻ അതിന് മുന്നേ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, എൻറ്റമോൾ ഷൈൻ എന്ന് പറയുന്ന ഒരു വൻ ടീമാണത്. ഈ കേസ് തന്നെ എത്ര നാളെ എവിടെ വരെയൊക്കെ പോകാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കുറെ പേര് പറ്റേ ഇപ്പൊ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കേസ് പറഞ്ഞാൽ ചിലപ്പോൾ തെറിവരായിരിക്കും. പക്ഷെ ഇവന്മാരൊക്കെ ഒന്ന് നോക്കിയാൽ മതി, ഈ കേസ് എത്ര നാൾ ഇങ്ങനെ പോകും, ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്നൊന്ന് നോക്കിയാൽ മതി. ഗുണമുണ്ടെങ്കിൽ അന്ന് ഞാൻ എൻ്റെ മുടി അങ്ങ് മൊട്ടയടിക്കും. ഞാൻ ഉറപ്പാ ചെയ്തിരിക്കും ഞാൻ. പക്ഷെ എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട അടിച്ചാലും കുഴപ്പമില്ല, ഇതൊന്ന് പ്രൂവ് ആവണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ വൻ ടീമുകളാണ്, അവന്മാരത് മുക്കത്തില്ലേ? എന്റെ സംശയം മൊത്തം അതാണ്. നിങ്ങൾ പറയൂ, മുക്കത്തില്ലേ? എന്തായാലും സിബിന്റെ വൈഫിന്റെ ഇന്റർവ്യൂലേക്ക് നമുക്ക് പോകാം. കുറച്ചേ ഞാൻ കാണിക്കുന്നുള്ളൂ, അധികം ഒന്നുമില്ല. എന്തായാലും അത് കാണിക്കണം എനിക്ക് തോന്നി. അത് തന്നെയാണ് ഇപ്പൊ ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള കാരണം തന്നെ ഒരു പക്ഷെ എനിക്കത് പറയാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് എല്ലാ ഇന്റർവ്യൂവിലും നമുക്ക് ലൈഫിൽ നടന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ എല്ലാ ഇന്റർവ്യൂസിലും നമുക്ക് ഒരുപോലെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് പറയും എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, വേറൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്ററിനെ സമീപിച്ചിട്ട് പറയും അവളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ അവരതെടുത്തിട്ട് വരുമ്പോഴത്തേക്കും എന്റെ ലൈഫിനെ അത് സ്പോയിൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒത്തിരി. അപ്പൊ അത് കാരണം ഞാനും സൈബർ അറ്റാക്കുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യേണ്ട അവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എൻ്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും അതുപോലെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലൊക്കെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള കമന്റ്സ് ആണ്. അത് പുള്ളിയുടെ PR ടീം ഉണ്ട്. അപ്പൊ അതില് ഗ്രൂപ്പിൽ കുറച്ച് മെമ്പേഴ്സ് ഞങ്ങളുടെ യൂട്യൂബിലൊക്കെ വന്ന് ഇടുന്നുണ്ട് ഇത് കാരണം. അപ്പൊ പുള്ളി ഒന്നുകിൽ ചെയ്യേണ്ടിയിരുന്നത് ഓക്കെ പുള്ളിയുടെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ പേഴ്സണൽ ലൈഫ് നമ്മുടെ ബിഗ് ബോസിൽ പോയിരുന്ന് പറയരുതായിരുന്നു. അപ്പൊ ഒത്തിരി പേര് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല, കുറെ പേര് പറയുന്നുണ്ട് പുള്ളിയുടെ ലൈഫ് സ്റ്റോറി ഒന്നും അതിൽ പറഞ്ഞിട്ടേ ഇല്ല, പിന്നെ എന്തുകൊണ്ടാണ് ചിഞ്ചു ചേച്ചി ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ വന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇത് ബിഗ് ബോസ് 24/7 കണ്ടവർക്ക് ഒത്തിരി പേർക്ക്. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ചേച്ചി പറയുന്നുണ്ട്, അതായത് വന്നിരുന്ന് സിബിൻ ചേച്ചിയെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിച്ചു, മോശമായിട്ട് പറഞ്ഞു എന്നൊക്കെ. നിങ്ങൾ ആരെങ്കിലും വേറെ ഇന്റർവ്യൂസ്, അതായത് ഈ ചേച്ചിയെ സിബിൻ മോശമായിട്ട് പറയുന്ന ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അത് ഏത് ചാനലാണ് വന്നതെങ്കിലും ഒന്ന് പറയണം, വന്നതെങ്കിലും ഒന്ന് പറയണം. കാരണം എനിക്കതൊന്ന് കാണണം. ഞാൻ നോക്കിയതിനകത്ത് ഞാൻ സിബിൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് നോക്കി സെർച്ച് ചെയ്ത്, അങ്ങനെ പല രീതിയിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. സെർച്ച് ചെയ്തിട്ട് ഞാൻ കണ്ട ഇന്റർവ്യൂകളിലൊന്നും സിബിൻ വൈഫിനെ മോശമായിട്ട് പറയുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ ഈ ഒരു ചാനൽ ഇവർ ഈ ഇന്റർവ്യൂ കൊടുത്ത എന്താണ് ചാനലിന്റെ പേര് മഴവിൽ കേരളം. ഞാൻ പേര് മറന്നുപോയി. മഴവിൽ കേരളം എന്ന് പറഞ്ഞാൽ ഈ ചിഞ്ചു ചേച്ചി വന്നിരുന്ന് കൊടുക്കുന്ന ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന ചാനലിൽ തന്നെ സിബിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ആ ഇന്റർവ്യൂവിൽ വരെ സിബിൻ പറയുന്നത് എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്, ഞാൻ അവളോട് മോശമായിട്ട് ഞാൻ അവളെ പറയത്തില്ല, എന്റെ ഭാഗത്തെ തെറ്റാണ്, ഞാൻ അവർക്ക് ശരിയല്ല എന്നാണ് സിബിൻ പറയുന്നത് ഞാൻ കേട്ടത്. ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളൂ. ഞാൻ വേറെ ഇന്റർവ്യൂസ് നോക്കി, എല്ലാത്തിനകത്തും ഇങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത്. അതല്ലാതെ ഇനി ഇവർ ഈ പറയുന്ന പോലെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നൊക്കെ പറയുന്നത് ഞാനെങ്കിലും കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ, സത്യം പറയാലോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, എവിടെയാണെന്നൊന്ന് പറയുക, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാൻ കണ്ടില്ല. ഞാൻ ഇവരുടെ ഈ ക്ലിപ്പ് കണ്ടതിന് ശേഷം ഞാൻ നോക്കി, ഞാനെങ്കിലും കണ്ടില്ല. ചിലപ്പം എല്ലാം ഞാൻ കാണണമെന്നൊന്നും ഇല്ലല്ലോ, വല്ലതും കാണുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടെ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. പിന്നെ പല ആളുകൾ പറയുന്നുണ്ട് ഈ ചേച്ചി എന്തിനാ ഇപ്പൊ വന്ന് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയത്, നേരത്തെ എവിടെയായിരുന്നു? നിങ്ങളെല്ലാവരും ചോദിച്ചോളൂ. പക്ഷെ ഞാൻ അതിനകത്ത് 1-2 കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് തന്നെ ഈ ചേച്ചിക്ക് ഇപ്പൊ പറയുന്നുണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് പറയാൻ, ഒരു സോഷ്യൽ മീഡിയയിൽ ഇത്രയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ചേച്ചി അതിനകത്തോടാണ് ആദ്യമൊക്കെ കുറച്ച് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് തന്നെ എന്തുകൊണ്ട് ചേച്ചി ഇട്ടുകൊണ്ടിരിക്കുന്നില്ല? അതിനകത്ത് തന്നെ ഇട്. ചേച്ചിക്ക് വരുന്ന ചേച്ചിയെ കമന്റ് വിളിക്കുന്ന ആ കമന്റ് ഒക്കെ എടുത്ത് വെച്ച് ചേച്ചി കാണിക്കേ, എന്നിട്ട് ചേച്ചി പറ. അതൊന്നും ചെയ്യാതെ ഇടയ്ക്ക് ഈ ഒരു ഇന്റർവ്യൂ തന്നെ എവിടെയോ പറയുന്നുണ്ട് എനിക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല വന്നിരുന്ന് പറയാൻ, അതുകൊണ്ടാണ് ഞാൻ ഇന്റർവ്യൂവിൽ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ചേച്ചിക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ചേച്ചിയുടെ സ്വന്തം യൂട്യൂബ് ചാനലുണ്ട്, അതുവഴി ചേച്ചി വിത്ത് പ്രൂഫ് കാണിക്കേ. ചേച്ചി തെറി പറയുന്നവരുടെ എല്ലാം വെച്ച് കാണിക്കേ. എന്തുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നേരെ തുള്ളിച്ചാടി, അത് ബാംഗ്ലൂരിൽ നിന്ന് ചാടി എറണാകുളത്ത് വന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് കയറിയിരുന്ന് ഇതെല്ലാം പറയുന്നു? ആ ഇന്റർവ്യൂ എന്തുകൊണ്ട് ഇന്നലെ തന്നെ പുറത്തു വിടുന്നു? ഇതൊക്കെ ഈ പാവപ്പെട്ടവന്റെ ഒരു സംശയമാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി നമുക്ക് ചേച്ചിയുടെ കാണാം. എൻ്റെ റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സും പിന്നെ ഞങ്ങളുടെ തന്നെ മ്യൂച്വൽ ഫ്രണ്ട്സും എല്ലാവരും കണ്ടിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് കൺവേ ചെയ്യാൻ എനിക്കൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് എനിക്കില്ല. അപ്പൊ പുള്ളി കൊടുക്കുന്ന ഇന്റർവ്യൂസ് വെച്ചിട്ട് ആൾക്കാർ വന്ന് എന്നോടാണ് ഓക്കെ നിങ്ങളാണോ ആ
പുള്ളി ബിഗ് ബോസിൽ മെൻഷൻ ചെയ്തത് നിങ്ങളെയാണോ, അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ, അപ്പൊ നിങ്ങളാണോ? അപ്പം പുള്ളിക്ക് ഒരു ലിവിൻ ഉണ്ടായിരുന്നു, ഞാനുള്ളപ്പോൾ തന്നെ ഒരു ലിവിൻ പോയി. അപ്പൊ അതിനെതിരെയാണ് ഞാൻ ആക്ച്വലി പറഞ്ഞ റിയാക്ട് ചെയ്തത്. അപ്പൊ ഇത് പറയുമ്പോൾ തന്നെ എന്റെ എല്ലാത്തിലും വന്ന് കമന്റ് ചെയ്യുന്നു, എന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അപ്പൊ ഞാൻ അങ്ങനെ തിരിച്ച് പ്രൂഫ് ഇട്ടിട്ട് എന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ തന്നെ ചാനലിൽ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു അതിൽ കൂടെയാണ് കുറച്ചുകൂടെ ആൾക്കാർക്ക്, കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെതിരെ വീണ്ടും പുള്ളി വന്നിരുന്ന് റിയാക്ട് ചെയ്യുന്നു, വേറെ കുറെ ചാനൽസിൽ ഇന്റർവ്യൂ കൊടുക്കുന്നു, അതിലൊക്കെ എന്നെ മോശപ്പെടുത്തി. എന്റെ വൈഫ് വന്നിട്ട് എന്നെ പറ്റി വേണ്ടാതീനം പറയുന്നു. ഞാൻ വേണ്ടാത്തായിട്ടൊന്നും പറഞ്ഞു അല്ല, എനിക്ക് സംശയമേ, ഈ ചേച്ചിയല്ലേ ഞാൻ നേരത്തെ ക്ലിപ്പ് കാണിച്ചത്, അതിനകത്തില്ലായിരുന്നു. അതായത് ചേച്ചി പറയുന്നത് സിബിൻ ഒരു ഇന്റർവ്യൂവിൽ ഒന്ന് പറയും, വേറൊരു ഇന്റർവ്യൂവിൽ ഒന്ന് പറയും എന്നൊരു ചേച്ചി സാധനം പറഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ ഈ ക്ലിപ്പിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ചേച്ചി ആദ്യമേ പറയുന്നു എനിക്കൊരു പ്ലാറ്റ്ഫോം ഇല്ല വന്നത് പറയാൻ എന്ന് ചേച്ചി പറയുന്നത് കേട്ടു. അപ്പൊ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ചേച്ചിയുടെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് ചേച്ചിക്ക് തോന്നുന്നില്ലേ? അത് കഴിഞ്ഞ് പറയുന്നു, അല്ല എന്താ എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ചേച്ചിയുടെ ചാനലിനകത്തൂടെ ചേച്ചി കുറച്ച് പറഞ്ഞു, അപ്പോഴാണ് കുറെ പേർക്ക് മനസ്സിലായത്. ഇതിപ്പോ രണ്ടല്ലേ, ചേച്ചി രണ്ട് കാര്യമല്ലേ പറഞ്ഞത്? ആദ്യം പറഞ്ഞൊരു സ്ഥലം ഇല്ല പറയാൻ, പിന്നെ പറയുന്നുണ്ട് എന്റെ യൂട്യൂബ് ചാനലിനകത്തൂടെ പറഞ്ഞു. അല്ല, ഇതിപ്പം ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ തന്നെ രണ്ട് കാര്യങ്ങൾ ചേച്ചി പറയുന്നുണ്ടല്ലോ. ഇതെന്തുകൊണ്ടാ പറ്റിയത്? ഈ അടിയന്റെ ഒരു സംശയം കേട്ടോ, ഇത് കണ്ടവർക്ക് ഞാനിപ്പോ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. എന്തുകൊണ്ടാ ചേച്ചി അങ്ങനെ ചെയ്തത്? ചേച്ചി ചെയ്യുന്നുണ്ടായിരുന്നു, ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതുവഴി ചേച്ചി ആദ്യമൊക്കെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. അതുവഴി തന്നെ ഇട്. ഈ കമന്റ് വരുന്നുണ്ട്, തെറി കമന്റ് വരുന്നൊക്കെ പറയുന്നതല്ലേ, കാണിച്ചതാ ആളുകൾക്ക്. എനിക്ക് മനസ്സിലായി, കാണിക്ക്, ജനങ്ങളെ കാണിച്ചു കൊടുക്ക് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞ്. അല്ലാതെ വീണ്ടും സംശയം. ഈ ബാംഗ്ലൂരിൽ നിന്ന് കുറ്റിയും പറിച്ച് എറണാകുളം വരെ വന്ന് ഇന്നലെ ഇന്റർവ്യൂവും കൊടുത്ത് അത് ഇന്നലെ തന്നെ പുറത്തും വിട്ട്, അതാണ് എന്റെ സംശയം. ഇതിനകത്ത് ഈ ചേച്ചിയെ ഇങ്ങനെ ഇറക്കുന്നതിനകത്ത് ചില ആദ്യമേയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഏതോ ജാസ്മിന്റെയോ ഏതൊരു PR ഒക്കെ വിളിച്ചിട്ടാണ് ചേച്ചിയെ കൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അത്രയ്ക്കുള്ളതൊന്നും ഇല്ലടോ. ജാസ്മിന്റെ PR കൊണ്ടൊക്കെ അതൊക്കെ അതിനുള്ള ഒന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അവന്മാരൊക്കെ ഇത് സംതിങ് ബിഗ് ടോപ്പിൽ നേരാണ്ട് കളിക്കുന്ന ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ചേച്ചിയെ കൊണ്ടുവന്ന് ഇപ്പൊ ഈ ഒരു സാധനം ഇറക്കിക്കുന്നത്. ഉള്ള കാര്യം പറയാലോ, ചേച്ചിയെ താത്തി പറയുന്നില്ല, ചേച്ചിയുടെ സൈഡിൽ ഒരുപാട് ശരികൾ കാണും. ചേച്ചി ഒരു കുഞ്ഞിന് വേണ്ടി ഒരു കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക്, അതുപോലെ തന്നെ ഈ ചേച്ചി ഇപ്പൊ ഇനിയുള്ള ക്ലിപ്പിൽ ഞാൻ വെക്കുന്നുണ്ട്, എന്തായാലും നിങ്ങളത് കാണുന്നത്. ഞാൻ വേറെ 1-2 കാര്യം കൂടെ പറയാം കേട്ടോ. ഈ ക്ലിപ്പിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, അതോ ഞാനിത് മൊത്തം കണ്ടു, അപ്പൊ അതിനകത്ത് ഞാൻ 1-2 കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൂടെ പറയാം. ഇതെന്തായാലും കാണും. നിങ്ങൾ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല? നിങ്ങൾ ഇപ്പോഴാണോ ബിഗ് ബോസിൽ സിബിൻ പോയപ്പോഴാണോ നിങ്ങൾ ഈ പുള്ളിനെ പറ്റി മോശമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കടന്നു വരികയല്ലേ? അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം അതൊന്നുമല്ല, എനിക്കൊരു ഞങ്ങൾ 2018 എന്നെ ഇവിടെ കൊണ്ട് വിടുവാണ് ചെയ്തത് ബാംഗ്ലൂർക്ക്. അപ്പൊ ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അന്ന് വന്ന സമയത്ത് എനിക്ക് ജോലിയില്ല, കുട്ടി ഞാനുമായിട്ടാണ് ഇവിടെ വന്നത് 2018. അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ഇതുപോലെ നമുക്ക് വീണ്ടും ഒരു ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം, ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്യാം, നീ അവിടെ ജോലി നോക്കിക്കോ, ഇതൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ആക്ച്വലി ചെറിയൊരു സില്ലി ഫൈറ്റിന്റെ പുറത്താണ് എൻ്റെ അതിനൊക്കെ ഉണ്ട്. എൻ്റെ മോന് ആ സമയത്ത് 2 വയസ്സ് കഴിഞ്ഞ എൻ്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നു, അതായത് ചെസ്റ്റിന്റെ സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സർജറിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ വരുന്നത്. പക്ഷെ ഇപ്പൊ പുള്ളി ചില ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരുടെ കൂടെ ഓടിപ്പോയി, ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ ആരുടെ കൂടെ ഓടിപ്പോയി. ഏത് ഇന്റർവ്യൂലാണ് അത് പറഞ്ഞേക്കുന്നത്? ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ചേച്ചി പറയുന്ന കുറെ കാര്യങ്ങൾ ഞാനത് വേറെ കേട്ടിട്ടില്ല. എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, ഞാൻ കേട്ടിട്ടില്ല. ഒന്ന് പറ്റുമെങ്കിൽ, പ്രത്യേകിച്ച് ഈ ചേച്ചി ഓടിപ്പോയി ആരുടെ കൂടെ എന്നൊക്കെ സിബിൻ പറയുന്നത് ഞാനെങ്ങും കേട്ടിട്ടില്ല ഒരു ഇന്റർവ്യൂവിലും. എല്ലായിടത്തും ഞാൻ കണ്ട ഇന്റർവ്യൂലൊക്കെ മറ്റേ പൊക്കി പറയുന്നതാണ് ഞാൻ കേട്ടത്. അല്ലെങ്കിൽ തന്നെ സിബിൻ എന്താ പൊട്ടനാണോ? ഒരു ഇന്റർവ്യൂവിൽ, ഈ ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ട് എന്റെ ഭാര്യയുടെ, എന്റെ കുഞ്ഞിന്റെ അമ്മയെ പറ്റി എനിക്ക് പറയാൻ ഒരു മോശമായിട്ട് ഞാൻ സംസാരിക്കില്ല, എന്റെ സൈഡിലാണ് തെറ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തി വേറെ പല ഇന്റർവ്യൂവിലും ചെന്നിരുന്ന് ഇങ്ങനെ പറയുമോ? എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞേക്കുന്ന എല്ലാം ഞാൻ മറ്റേ വിഴുങ്ങിക്കളയും സത്യമായിട്ടും. കാരണം അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റല്ലേ? പക്ഷെ ഞാനെങ്ങും കണ്ടില്ല സുഹൃത്തുക്കളെ, ഉള്ള കാര്യം ഞാൻ പറയാം, ഞാൻ കണ്ടില്ല ഏതെങ്കിലും ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ ചെന്നിരുന്നിട്ട് അതായത് എന്റെ ഭാര്യ വേറൊരാളോട് ഒളിച്ചോടി പോയി അങ്ങനെ സാധനം പറഞ്ഞ് ഞാൻ കണ്ടില്ല കേട്ടോ. സീരിയസ്ലി, അയ്യോ ഈ ചേച്ചി ഈ സാധനം പറഞ്ഞപ്പം ഞാൻ കണ്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ ഈ ചേച്ചി ആദ്യമേ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, എന്താണ്
അതുപോലെ തന്നെ ഈ ചേച്ചി ആദ്യമേ ഒരു കാര്യം, ഈ ഒരു ക്ലിപ്പിൽ തന്നെ ആദ്യമേ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ വന്നു, ഞാനിപ്പം അയാളെ സിബിനെ മോശമാക്കി കാണിക്കാൻ വേണ്ടിയല്ല ഇപ്പൊ ഒരു സിബിൻ ഫേം ആയിട്ട് നിൽക്കുമ്പോൾ വരുന്നത്, അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് ചേച്ചി ബാക്കി കഥകൾ അങ്ങോട്ട് പറയുന്നത് ഈ ലാസ്റ്റ് കാണിച്ച ക്ലിപ്പിൽ. പക്ഷെ ചേച്ചി തുടങ്ങിയതും അവസാനിപ്പിച്ചതും ഇടയ്ക്ക് പറഞ്ഞായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്തതാണ് എനിക്ക് തോന്നി കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ട് അങ്ങനെ വന്നു, ഇപ്പോഴെന്തുകൊണ്ടാണ് വന്നതെന്നുള്ളൊരു കാര്യത്തിനുള്ളൊരു മറുപടി ചേച്ചി ഉണ്ട്. ഈ ഒരു ഇന്റർവ്യൂ മൊത്തം കാണുകയാണെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് തെറിച്ച് ചേച്ചി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയില്ല. ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചിക്ക് നേരത്തെ പണ്ട് ഇപ്പം ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ ഈ ചേച്ചി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ, ഒരു ചാനൽ വന്നിരുന്ന ഇന്റർവ്യൂ കൊടുക്കാനുള്ള കാരണം എന്താ? ഇല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സിബിനെ നമുക്കൊന്നും അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഒരു പ്രശ്നത്തിന് ഈ ചേച്ചി ഹാൻഡിൽ ചെയ്യുന്നത്? കോടതി വഴി ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ വഴി പോലും ചേച്ചി ഒരു സാധനം ഇടത്തില്ല അല്ലേ? കോടതി വഴി ഹാൻഡിൽ ചെയ്യും. ചേച്ചിക്ക് നേരത്തെ ഈ സിബിൻ ഇതിനകത്തോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചേച്ചിക്ക് ഇത് മാന്യമായിട്ട്, ഈ 5 വർഷമായാലും നിങ്ങൾ മാറിയിരിക്കുന്നു, നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ചെയ്യായിരുന്നല്ലോ, കോടതി വഴി ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യായിരുന്നല്ലോ. ഇല്ലെങ്കിൽ കേസ് കൊടുത്ത് ഈ ഒരു ഇന്റർവ്യൂ തന്നെ ചേച്ചി പറയുന്നുണ്ട്, ചേച്ചിയുടെ കുറെ കാശ് സിബിൻ്റെ ഉണ്ട്, എനിക്ക് ആ പൈസ തിരിച്ചു വേണം. ഇതൊക്കെ കോടതിയിൽ കേസ് വാദിച്ച് ജയിച്ച് നിങ്ങൾക്ക് അത് മേടിക്കാമായിരുന്നു. എന്തുകൊണ്ട് അതൊന്നും ചെയ്തില്ല? അപ്പൊ നിങ്ങൾ പറയും ഇപ്പോഴാണ് ചേച്ചിയെ സോഷ്യൽ മീഡിയ വഴി ആളുകൾ തെറി പറയുന്നു. ചേച്ചിയുടെ യൂട്യൂബ് ചാനലുണ്ട്, അതുവഴി ഇരുന്ന് സംസാരിക്ക്, തെളിവുകൾ കാണിച്ച് സംസാരിക്ക്. അതൊന്നും ചെയ്യാതെ ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രം കേൾപ്പിക്കുന്നുണ്ട് ഈ ചേച്ചി സിബിനുമായിട്ടുള്ള ഏതൊരു കോൺവെർസേഷന്റെ. ഈ തെറിയ ആളുകൾ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, കാണിച്ചു കൊടുക്ക്. എന്നിട്ട് ആ വിളിക്കുന്നവന്മാർ നിർത്തട്ടെ ഇതൊക്കെ 10 പേര് കാണുമ്പം. അങ്ങനെയൊക്കെ എന്താ ചെയ്യാത്തെ? സംശയങ്ങൾ ഒരുപാടാണ് എനിക്ക് ഒരു പ്രശ്നത്തില്. പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നം ഇപ്പൊ ഒരു സിബിന്റെ ഈ ഒരു ലൈവ് നടന്ന ഒരു പ്രസ് മീറ്റ് നടന്ന സമയത്ത് തന്നെ ഈ ചേച്ചി വന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തൊക്കെയോ ടീമുകൾ കളിക്കുന്നതൊക്കെ എനിക്ക് തോന്നി. നിങ്ങൾക്കപ്പം ഇത് മൊത്തം കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദൈവത്തെ ഓർത്ത് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിരുന്ന് കാണുക. ഓക്കെ.